നമസ്കാരം. സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡോക്ടർ നീതു കൃഷ്ണ. ഞാനൊരു ബിസിനസ് കോച്ചും ഇന്റർനാഷണലി സർട്ടിഫൈഡ് ലൈഫ് കോച്ചും ഒരു സംരംഭകയും കൂടിയാണ്. നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ കഴിവുള്ള ആളാണോ നിങ്ങൾ പാചകം ചെയ്യുന്ന ഭക്ഷണം രുചിച്ചു നോക്കിയിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റിക്കൂടാ? നിങ്ങളിത് ചിന്തിക്കുന്നുണ്ടായിരിക്കും, മറ്റുള്ള ആൾക്കാർ ഓൺലൈനിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിക്കും, പക്ഷെ എനിക്കിതൊന്നും വരുമാനം കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ് എനിക്കിതൊന്നും അറിയാതെ പോകുന്നത്? ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ വറി ചെയ്യുകയാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചെറിയ രീതിയിൽ നാട്ടിലുള്ള ആൾക്കാർക്ക് ബേക്കറികളിൽ ഇവിടെയൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ, അതായത് ഇപ്പോൾ ബേക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ കേക്കുകൾ, പേസ്ട്രീസ്, അതുപോലെ തന്നെ അച്ചാറ്, നിങ്ങൾ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി, അങ്ങനെയുള്ള പൊടികൾ ഐറ്റംസ്, മസാലകൾ, ബിരിയാണികൾ, ഇതൊക്കെ നാട്ടിലെ ചുറ്റിനുമുള്ള ആൾക്കാർക്ക് നിങ്ങൾ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർ തരുന്ന ഓർഡറുകളൊക്കെ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ഓൺലൈനിൽ എങ്ങനെ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏത് ഫുഡ് ബിസിനസ് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. എല്ലാവരും ചിന്തിക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. എനിക്ക് എത്ര രൂപയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് തുടക്കത്തിൽ ഇടേണ്ടത്? ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മെഷീനറീസ്, എക്യുപ്മെന്റ്സ്, സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? പണമാണല്ലോ ആദ്യം കണ്ടെത്തുന്നത്? അല്ല, നമുക്ക് ആദ്യം വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു, നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം. പലരും ചെയ്യുന്നത് ഒരുപാട് പണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷെ അത് എങ്ങനെ വിൽപ്പനയിലേക്ക് കൊണ്ടുവരാം എന്ന കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആവും. അവിടെയാണ് നമുക്ക് നഷ്ടം സംഭവിക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങാം. വളരെ ചെറിയ എമൗണ്ടിൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് നാൾ മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് ഇതിൽ ലാഭം കിട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിനെ ഒന്ന് സ്കെയിലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്റ്റെപ്സ് ആയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ചിന്തിക്കാം, നിങ്ങളുടെ ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ ആണോ ഇത് ചെയ്തു തുടങ്ങിയത്? അതല്ല എങ്കിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ ഈ ഒരു ബിസിനസ് തുടങ്ങേണ്ടത്. അപ്പോൾ ആദ്യത്തത് ഒരു പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങൾ എന്താണ് ബിസിനസ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു പ്ലാൻ നിങ്ങൾ ആദ്യം ഒരു രൂപരേഖ ഇതിനു വേണ്ടി തയ്യാറെടുക്കാം. ഒരു പുസ്തകം അതിനുവേണ്ടി തന്നെ എടുക്കുക. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് സെലക്ട് യുവർ നിഷ്, അതായത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്ന ഏത് ഒരു ഫുഡ് ഐറ്റം ആണോ അത്. നിങ്ങൾക്ക് ചിലപ്പോൾ 2-3 എണ്ണം നന്നായിട്ട് എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ അറിയെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അച്ചാറാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഐറ്റം ആണോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ബേക്കിംഗ് ആണ്, അല്ലെ? കേക്കിന്റെ ബേക്കിങ്ങും പേസ്ട്രീസും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ചോക്ലേറ്റ്സും, ഏതോ ആയിക്കോട്ടെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ സെലക്ട് ചെയ്യുക. രണ്ടാമത്തത് റിസർച്ച് മാർക്കറ്റ് ഡിമാൻഡ്. ഈ ഒരു മേഖല നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അത് ചെറിയ രീതിയിൽ തുടങ്ങുന്ന ആൾക്കാരായിക്കോട്ടെ, വലിയ രീതിയിൽ വലിയൊരു കമ്പനിയായിട്ട് റൺ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഏതായാലും പ്രശ്നമില്ല. നിങ്ങൾ ആ ഒരു മാർക്കറ്റിൽ ആരൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്ന് അറിയണം. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ മതി. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ നിങ്ങളിപ്പോൾ ഒരു അച്ചാർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യം അതാണ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ പിക്കിൾസ് ഉണ്ടാക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അത് സ്ത്രീകളെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ട് അവരെങ്ങനെയൊക്കെയാണ് ആ ഒരു പ്രോഡക്റ്റിനെ ആൾക്കാരിലേക്ക് കൊണ്ടുവരുന്നത്, അത് ആകെ മൊത്തം ഒന്ന് കണ്ട് മനസ്സിലാക്കുക. 3, ക്രിയേറ്റ് എ ബിസിനസ് സ്ട്രാറ്റജി. നമുക്കൊരു ഔട്ട്ലൈൻ വേണം, ഒരു രൂപരേഖ വേണമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ അത് എത്ര രൂപ എനിക്കിതിൽ മുതൽ മുടക്കിൽ ഇത് തുടങ്ങാം. നമുക്ക് ചെറിയ രീതിയിൽ ഒരു 1000 രൂപ, 2000, 5000, ഒരു 10000, അങ്ങനെ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ച് ചെറിയ രീതിയിൽ നിങ്ങൾ അതിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. നിങ്ങൾക്ക് അതിനുള്ള റോ മെറ്റീരിയൽസ് വാങ്ങുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ, നിങ്ങളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണോ അത് എത്രത്തോളം, അത് ചെറിയ സിമ്പിൾ ബഡ്ജറ്റിൽ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു രൂപരേഖ ആദ്യം തുടക്കത്തിൽ വലുതായി ചിന്തിക്കുന്നവർ ചെറിയ രീതിയിൽ ആദ്യം നോക്കുക. കാരണം മാർക്കറ്റിന് നിങ്ങളെ അറിയില്ല. ആദ്യം വേണ്ട എന്താണ്? നിങ്ങളുടെ ബ്രാൻഡിനെ ഈ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ പ്രാധാന്യം. ലീഗൽ ഫോർമാലിറ്റീസ്. നമുക്കൊരു ഫുഡ് ബേസ്ഡ് ബിസിനസ് തുടങ്ങണമെങ്കിൽ ഉറപ്പായിട്ടും രജിസ്ട്രേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുഡ് ലൈസൻസ് വേണം, FSSAI സർട്ടിഫിക്കറ്റ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. വളരെ ഈസിയാണ്. 100 രൂപയിൽ നിങ്ങൾക്ക് ഒരു ഫുഡ് ബേസ്ഡ് ബിസിനസ് തുടങ്ങാം. അക്ഷയ സെന്റേഴ്സിലൊക്കെ പോവാം, അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ ഒരു FSSAI ലൈസൻസ് നിങ്ങൾ ഒരു 100 രൂപ മുടക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ഒരു സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ഫുഡ് ബേസ്ഡ് ബിസിനസ് തുടങ്ങാനായിട്ടുള്ള രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ പേരിൽ തന്നെ കിട്ടുന്നു. ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹൈജീൻ ആയിട്ടുള്ളതും അതുപോലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതായത് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്ത് അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ഹൈജീൻ അത്യാവശ്യമാണ്.
ക്വാളിറ്റി ആയിട്ടുള്ള പാത്രങ്ങളിലാണോ നിങ്ങളിത് ഉണ്ടാക്കുന്നത്, അതുപോലെ നിങ്ങൾ ആ കുക്ക് ചെയ്യുന്ന ഏരിയ നല്ല ക്ലീൻ ആയിട്ടുള്ളതാണോ, സ്റ്റോറേജ്, നിങ്ങൾ ഈ സാധനങ്ങൾ പാക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ആ സ്റ്റോറേജ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. റോ മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യണം. അപ്പോൾ തുടക്കത്തിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലോക്കലായിട്ടുള്ള നാട്ടിലുള്ള സപ്ലയേഴ്സിനെ തന്നെ കണ്ടെത്തിയാൽ മതി. അതിനുശേഷം നമുക്ക് ബൾക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന, ഇപ്പോൾ നാളികേരം ഒക്കെ ആണെങ്കിൽ അത് ബൾക്കായിട്ട് തരുന്ന ആൾക്കാർ, അങ്ങനെ നമുക്ക് അതിൻ്റെ ഹോൾസെയിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ലോക്കലായിട്ടുള്ള നമുക്ക് ബേക്കിങ്ങിന് എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ സ്ഥലങ്ങളിലും അത് പ്രൊവൈഡ് ചെയ്യുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള ആ ഒരു കടയിലേക്ക് പോയാൽ മതി, നമുക്ക് അവിടെ നിന്നുള്ള എല്ലാ അത്യാവശ്യമുള്ള സാധനങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ അത് എവിടെ നിന്നാണെന്ന് അടുത്ത് കണ്ടെത്തണം. സ്റ്റോറേജിനായിട്ടുള്ള മെറ്റീരിയൽസിന്, പാക്കിങ്ങിന് വേണ്ടിയിട്ട്, കുക്കിങ്ങിനായിട്ടുള്ള ടൂൾസ്, ഇതൊക്കെ ചെറിയൊരു എമൗണ്ടിൽ നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അടുത്ത പോയിന്റ്, ബ്രാൻഡിങ് ആൻഡ് പാക്കേജിങ് യുവർ പ്രോഡക്റ്റ്. നിങ്ങളുടെ ബ്രാൻഡിന് മനോഹരമായിട്ടുള്ള വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു പേരുണ്ടായിരിക്കണം, അതുപോലെ തന്നെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ലോഗോ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് നിങ്ങളെ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പാക്കേജിന് ഒരു ഭംഗി ഉണ്ടായിരിക്കണം. ആളുകൾക്ക് അത് എങ്ങനെ നമ്മൾ സെർവ് ചെയ്യുന്നു എന്നതിൽ കൂടെ ഒത്തിരി പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ഒരു പാക്കേജും കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഡിസൈൻ ചെയ്യണം. അതിനോടൊപ്പം നിങ്ങളുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്താണെന്ന് കസ്റ്റമർ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങളുടെ USP എന്ന് പറയും. അതായത് നിങ്ങൾ ഓർഗാനിക് ആയിട്ടുള്ള സാധനമാണോ കൊടുക്കുന്നത്, ഹാൻഡ് മെയ്ഡ് ആണോ, ഹോം മെയ്ഡ് ആണോ, അത് നമ്മൾ പറയത്തില്ലേ മമ്മാസ് പിക്കിൾസ് എന്ന് പറയും. അപ്പോൾ അത് ആ പേര് കേൾക്കുമ്പോൾ എന്താണ് കണക്ട് ചെയ്യുന്നത്, വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ കൊടുക്കുന്ന പിക്കിൾ. ഇതാണ് നമ്മളുടെ USP എന്ന് പറയുന്നത്. അതായത് ആ ഒരു ബ്രാൻഡ് നെയിമിലും അതിലൊരു ലോഗോയും നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ പാക്കേജിങ്ങിലും ആളുകൾക്ക് കാണുമ്പോൾ തോന്നണം അതിനകത്ത് വീട്ടിലിരുന്ന് ഒരു വ്യക്തി, ഒരു സ്ത്രീ ഉണ്ടാവുമെങ്കിൽ അമ്മ, ഒരു സഹോദരി ഇരുന്ന് ഉണ്ടാക്കിയ ഭക്ഷണമാണ്. അവിടെ എന്തുകൂടെ ഉണ്ട്, ഒരു കെയർ ഉണ്ട്, നമ്മളുടെ ആ ഒരു നാട്ടിലെ തനതായ രുചിയുണ്ട്. നമ്മൾ പറയത്തില്ലേ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ടേസ്റ്റ്, ഫ്ലേവർഫുൾ ആയിട്ടുള്ള ടേസ്റ്റ്, ഒത്തിരി കെമിക്കൽസ് ഒന്നും ചേർക്കാതെ നാടൻ ഭക്ഷണം, ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഇത് ചിന്തിക്കുമ്പോൾ ഫീൽ ചെയ്യണം. ആ ഒരു ഫീലിംഗ് നമ്മളുടെ ബ്രാൻഡിൻ്റെ പേരിലും ലോഗോയിലും പാക്കിങ്ങിലും ഒക്കെ ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ പുറത്ത് എവിടെയും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഡിജിറ്റൽ ടൂൾസ് ഒക്കെ ഒന്ന് സ്വന്തം മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മളുടെ സെഷൻസിൽ ജോയിൻ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മളുടെ കോഴ്സുകളിലൂടെയൊക്കെ പഠിപ്പിച്ചു തരുന്നതാണ്. 5ാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനം, മാർക്കറ്റ് യുവർ പ്രോഡക്റ്റ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്നതിനെയൊക്കെ വിപണിയിൽ എത്തിച്ച് ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. അതായത് നമ്മൾ സ്ഥിരമായിട്ട് മൊബൈലിൽ സ്ക്രോൾ ചെയ്യാറുണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ആൾക്കാരുടെയൊക്കെ സ്റ്റാറ്റസ് കാണാനായിട്ട് വാട്സപ്പും ഒക്കെ നോക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഫുഡ് ബേസ്ഡ് ബിസിനസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അല്ലേ. ധാരാളം ഇൻഫ്ലുവൻസേഴ്സ് പല സ്ത്രീകളായിട്ടുള്ള സംരംഭകരുടെ വീടുകളിലും യൂണിറ്റുകളിലും ഒക്കെ പോയിട്ട് അവരുടെ വീഡിയോസും അവരെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്കിതൊക്കെ അറിയാം, പക്ഷേ എന്നെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡിനെ കുറിച്ച് ആൾക്കാരിലേക്ക് എത്തിക്കാനോ പറയാനോ ആരും ഇല്ലല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ആൾക്കാരിലേക്ക്, ഇൻഫ്ലുവൻസേഴ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് കുറച്ച് പ്രോഡക്റ്റുകൾ ചെയ്തു, നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ വാങ്ങുന്നു, അവർ എന്നാണ് നിങ്ങളുണ്ടാക്കിയ ബിരിയാണി നല്ല രുചിയാണെന്ന് ഒരു 10 പേരോട് പറയും. പക്ഷേ കുറേ ആൾക്കാരുടെ അടുത്തേക്ക് അവരെ കൊണ്ട് സാധിക്കില്ല. അതിനാണ് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത്. അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ പ്രോഡക്റ്റുകൾ, നിങ്ങളുടെ കഴിവിനെ ആളുകളുടെ അടുത്തേക്ക് അവരുടെ നാവിൽ നിങ്ങളുടെ ആ ഒരു രുചി തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ സജീവമാക്കുക. അതിനായിട്ട് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേരിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഉണ്ടാക്കുന്ന പാചകം ചെയ്യുന്ന വീഡിയോസ്, നിങ്ങളുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുന്നത്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളുടെ വീഡിയോസും ഫോട്ടോസും പോസ്റ്റുകളും ഒക്കെ ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ സജീവമായി തുടങ്ങുമ്പോൾ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ആളുകൾ നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. അപ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ വീട്ടിലുള്ള അടുത്തുള്ള ആൾക്കാർ വാങ്ങിയിട്ട് അവരുടെ ടെസ്റ്റിമോണിയലുകൾ, അതായത് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് എങ്ങനെയുണ്ട്, കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ നമുക്ക് ചോദിക്കുമല്ലോ, അവരുടെ വാട്സപ്പ് മെസ്സേജസ്
അല്ലെങ്കിൽ അവർ പറയുന്ന വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ കൊടുത്തു തുടങ്ങുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇന്ന ഒരാളുടെ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് നല്ല റിവ്യൂസ് ഒക്കെ കിട്ടുന്നതാണ്, അതിൽ നിന്നൊന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ആളുകൾ 2-3 തവണ ചിന്തിക്കും, അല്ലെങ്കിൽ കമ്പയർ ചെയ്യും. എന്താണ്, ഇതിനേക്കാളും നല്ല സാധനം വേറെ ഇവിടെ കിട്ടില്ല, അല്ലെങ്കിൽ ഒരേ സാധനം കിട്ടുന്ന മറ്റാൾക്കാർ. പക്ഷേ ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രുചിയുള്ള ഒരു സാധനം, ഒരു ഫുഡ് പ്രോഡക്റ്റ്, നിങ്ങളൊരു പൊതിച്ചോറാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ പൊതിച്ചോറിൻ്റെ രുചി അറിഞ്ഞൊരു കസ്റ്റമർ നല്ലൊരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമർ പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഒരു പൊതിച്ചോറ് കാണുമ്പോൾ പെട്ടെന്ന് ഒരു ടേസ്റ്റ് തോന്നുന്ന എവിടെ നിന്നാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കും പുതിയൊരെണ്ണം പരീക്ഷിക്കുന്നതിനേക്കാളും നല്ലത് ഓൾറെഡി നല്ലതുണ്ടല്ലോ. കാരണം അവിടെയാണ് വിശപ്പും നമ്മുടെ നാവിൻ്റെ രുചിയുടെയും പ്രത്യേകത. നമ്മൾക്ക് നല്ലൊരു സാധനം ഇഷ്ടപ്പെട്ടാൽ നമുക്ക് റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്കവിടെ കിട്ടും. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ പ്രോഡക്റ്റിനെയും നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നോ അത്രയധികം കസ്റ്റമേഴ്സിനെ നമുക്കിവിടെ കിട്ടും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, നിങ്ങൾ സോഷ്യൽ മീഡിയ ധാരാളം വീഡിയോസ് കിട്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്നും സാധനങ്ങൾ മേടിച്ച കസ്റ്റമേഴ്സ് തന്നെ വന്നിട്ട് കമൻറ്റ് ചെയ്യും, ഇവരുടെ അടുത്ത് നല്ല സാധനമാണ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള നല്ല റിവ്യൂസ് കിട്ടി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് ടെംപ്റ്റേഷൻ കൂടും, ഇവരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെന്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് തുടങ്ങും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് നന്നായിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്ന പല ആൾക്കാരുടെ എൻക്വയറീസ് ഒക്കെ വാട്സപ്പിൽ എടുത്തിട്ട് നിങ്ങൾ ഓർഡറുകളൊക്കെ പ്ലേസ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ റിവ്യൂസ് കാര്യങ്ങൾ എടുക്കാം. ഒപ്പം നിങ്ങൾ ഒരു തവണ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിയ കസ്റ്റമറിന് അടുത്തൊരു ഓർഡറിന് നിങ്ങൾക്ക് ഡിസ്കൗണ്ടുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് തന്നെ ഒരു റിയൽ ടൈം എപ്പോഴും നമ്മുടെ അടുത്ത് നിന്ന് സാധനം മേടിക്കുന്ന ഒരു ബയേഴ്സായിട്ട് മാറും. ഇതിനോടൊപ്പം നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് കസ്റ്റമർ വരണം എന്നൊരു അത്യാവശ്യവുമില്ല. നിങ്ങൾക്ക് ഫുള്ളി ഓൺലൈനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ കൊടുക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഡെലിവറി പാർട്ട്നേഴ്സിനെ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫുഡ് ബേസ്ഡ് ബിസിനസ്സുകളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ധാരാളം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ അയച്ചു കൊടുത്തിട്ട് അവരത് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചും നിങ്ങളുടെ പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ അവരവരുടെ അഭിപ്രായം അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ കിട്ടും. പക്ഷേ ഇത് തുടക്കത്തിൽ ആദ്യമേ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടം വരും. കാരണം പല ഇൻഫ്ലുവൻസേഴ്സ് ചിലപ്പോൾ പേയ്മെൻ്റ് ഒക്കെ മേടിക്കും. അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇറങ്ങുക, നിങ്ങൾ സ്കെയിലപ്പ് ചെയ്ത് കയറി വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ധാരാളം ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരും. അപ്പോൾ ആദ്യം തുടക്കത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ ഓരോ സ്റ്റെപ്സും നിങ്ങൾ എഴുതിയെടുത്തിട്ട് ഓരോന്നായിട്ട് നോക്കുക. ഫസ്റ്റ് വേണ്ടത് പ്ലാനിങ് ആണ്. ആദ്യം ഞാനിത് എങ്ങനെ തുടങ്ങുന്നു, ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് സോഷ്യൽ മീഡിയ ലെവറേജിങ് ആണ്. അതായത് നിങ്ങൾക്ക് ഓൺലൈനിൽ എങ്ങനെ നിങ്ങളുടെ പ്രസൻസ് കൂട്ടാം എന്നുള്ളത്. അവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് വീഡിയോ കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ക്യാമറയുടെ മുമ്പിൽ വന്ന്, ഇല്ലെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇത് എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു, അവിടെയാണ് നിങ്ങളുടെ റിസൾട്ട് എടുക്കുക. കൂടാതെ നമ്മളുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ അൽഗോരിതം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവർ തന്നെ സോഷ്യൽ മീഡിയ തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്ത് തരുന്നുണ്ട്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സിനെ അത്രയധികം അവരെ എന്ത് ചെയ്യുക, അവരെ കെയർ ചെയ്ത് അവർക്ക് നല്ല പ്രോഡക്റ്റുകൾ വീണ്ടും നമ്മൾ കൊടുത്തുകൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെറിയ രീതിയിലൊന്ന് സ്കെയിലപ്പ് ചെയ്ത് വന്നു കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് ബൾക്ക് ഓർഡേഴ്സ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ സ്കൂളുകളിൽ, കോളേജസിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലൊക്കെ വേണ്ടിയിട്ട് കാറ്ററിംഗ് ഓർഡേഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. മാരേജ് ഫംഗ്ഷൻസ്, കിറ്റി പാർട്ടീസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഫുഡ് ഐറ്റംസ് നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ റീച്ച് നിങ്ങൾക്ക് കിട്ടി തുടങ്ങും. തുടക്കം വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയ എത്രത്തോളം നന്നായിട്ട് ഉപയോഗിക്കുന്നോ അത്രയും അധികം ആൾക്കാരും ഡിമാൻഡ് നിങ്ങൾക്ക് കൂടും. ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഹൈദരാബാദി ബിരിയാണി നിങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവർ, അതിനെക്കുറിച്ച് സ്റ്റോറി ഇതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്, ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോടിലേക്ക് വരുന്ന ആൾക്കാർ നിങ്ങളുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ള ആ പ്രാധാന്യം നിങ്ങൾക്ക് കൊടുക്കണം. അതിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കും. നിങ്ങൾക്ക് ഞാനിന്ന് ഈ പറഞ്ഞ സ്റ്റെപ്സ് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് ബിസിനസ് സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നും ഇതുപോലെ ഇരുന്നാൽ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഇതിനെ ഇപ്പോൾ നിങ്ങൾ എന്ത് ഐറ്റം, ഇപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള പൊടികൾ എന്ന് പറയുന്നത് മസാലാസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാം, നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം, നല്ല ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക്
ഓൺലൈനിൽ കൊണ്ടുവരാം. കാരണം ആളുകൾ എപ്പോഴും കെമിക്കലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മളുടെ ഈ സ്റ്റോറുകളിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ആളുകൾക്ക് തന്നെ അറിയാം ഞാൻ കഴിക്കുന്ന വിഷമയമായിട്ടുള്ള സാധനങ്ങളാണ്, അതിൽ കെമിക്കൽസ് ഉണ്ട് എന്ന് അവർക്കുള്ള തിരിച്ചറിവ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഹോം മെയ്ഡായിട്ട് ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും അങ്ങനെയൊന്നും ചേർക്കാതെ ഓർഗാനിക്, ഹോം മെയ്ഡ് ഈ വാക്കുകൾക്കാണ് ഇന്ന് പ്രാധാന്യം. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ആളുകൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഹെൽത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു സമയമാണ്. അവർ നമ്മുടെ അടുത്ത് നിന്ന് തന്നെ സാധനം മേടിക്കും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കട്ട് ഫ്രൂട്ട്സ്, സാലഡ്സ്, ഇതൊക്കെ കുറച്ച് ദിവസം മാത്രം പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡയറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇതാണോ നന്നായിട്ട് അറിയാം. ഇതിനെ മാക്സിമം നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ ബുദ്ധിയും എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ, ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എക്സാമ്പിളായിട്ട് ഇട്ടതേ ഉള്ളൂ. നിങ്ങൾക്ക് അതിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം. കോഴിക്കോടൻ ഫുഡ് ഐറ്റംസ് എത്രത്തോളം ഉണ്ട്, അതിൽ എന്തൊക്കെയാണോ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് അറിയാം. റംസാൻ സ്പെഷ്യലായിട്ട് എത്രയധികം പ്രോഡക്റ്റുകൾ, സാധനങ്ങൾ നിങ്ങളെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുത്തു, അതൊക്കെ നിങ്ങൾക്ക് ലെവറേജ് ചെയ്യാം. യൂസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ ബ്രാൻഡിങ് നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പേരിൽ നാളെ ഒരു ബ്രാൻഡ് അറിയപ്പെടണം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മളുടെ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ലൈവ് സെഷൻ, ഫ്രീ ആയിട്ടുള്ള സെഷൻസും അതിനോടൊപ്പം കോഴ്സുകളും, ഒരുപാട് ആൾക്കാർക്ക് ഫാഷനും ആർട്ടും ക്രാഫ്റ്റും റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ധാരാളം വ്യക്തികൾക്ക് ഒത്തിരി സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തവർക്ക് സ്കെയിലപ്പ് ചെയ്യാൻ സാധിച്ചു, നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. കാരണം ഇതെല്ലാം ചെയ്തിട്ട് ഒരു ബിസിനസ് ചെയ്ത് അത് സക്സസ്സിലേക്ക് എത്തിച്ചൊരു വ്യക്തിക്കാണ് ഏറ്റവും നന്നായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് മനസ്സിലായതും ഞാൻ എൻ്റെ മെൻറ്റേഴ്സിൽ നിന്നും പഠിച്ച കാര്യങ്ങളുമാണ്. അത് നിങ്ങൾക്ക് പകർന്നു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം തന്നെ ഞാനുണ്ടായിരിക്കും. നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി സോഷ്യൽ മീഡിയ റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡാണ്. ഇതെല്ലാം കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.